ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പോകുന്നത് വർക്കല ബീച്ച് കാണാനായിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് വർക്കല ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ വർക്കല ബീച്ച് എത്താറായിട്ടുണ്ട്. ഈ റോഡ് സൈഡിലൂടെയൊക്കെ വർക്കല ബീച്ചിലേക്ക് ആൾക്കാർ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ വർക്കല ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു 500 മീറ്റർ നമ്മൾ താഴേക്ക് ഇറങ്ങി പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഈ പാർക്കിംഗ് സൈഡിൽ നിന്നുള്ള വർക്കല ബീച്ചിൻ്റെ ഒരു ദൃശ്യമാണ്. ഇതുണ്ടോ, ആ താഴ്ഭാഗത്താണ് ശരിക്കും ബീച്ചുള്ളത്. നമ്മൾ അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് പോകണം. അങ്ങനെ ഈ ബീച്ചിലേക്ക് പോകുന്ന ഇരുവശത്തുമായിട്ട് തുണിക്കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. കൂടുതലായിട്ട് വരുന്ന യാത്രക്കാർക്ക് ഈ കടലിലിറങ്ങി കുളിക്കാനുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് വർക്കല ബീച്ച്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം ആൾക്കാരെ കടലിലിറങ്ങി കുളിക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ലൈഫ് ഗാർഡുകൾ വന്നിട്ട് നമ്മൾ ഇറങ്ങരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൊത്തം ഈ തിരമാല അടിക്കുന്ന സൈഡാകെ അവർ വേലി കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ആ കരയിൽ നിന്നിങ്ങനെ തിരമാല വന്നു പോകുന്നതൊക്കെ കണ്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ അടുത്തായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ അതുപോലെ ഈ ബലി ഇടുന്ന കർമ്മങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ബലി ഇടുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഒന്നും പറയാനില്ല, നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വർക്കല ബീച്ചിൻ്റെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ്. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഭാഗം കാണാനായിട്ട് പോകാം. നമ്മൾ നേരത്തെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം ആൾക്കാർക്ക് താമസിക്കാനുള്ളതായിട്ടുള്ള ഹോട്ടലുകളും റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉള്ള ഒരു സൈഡിലേക്കാണ്. ഇനി അവിടുത്തെ കാഴ്ചകളാണ്. നമുക്കിനി പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം.
അങ്ങനെ നമ്മൾ നടന്ന് ബീച്ചിൻ്റെ വേറൊരു സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്ററോളം നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും സൂര്യാസ്തമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സൂര്യൻ കടലിൽ മറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാൻ കഴിഞ്ഞില്ല. ശരിക്കും ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് സൂര്യൻ കടലിലേക്ക് ഇറങ്ങി പോകുന്ന കാണാനായിട്ട്. ചില സമയത്ത് മേഘങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് സൂര്യൻ കടലിലേക്ക് ഇറങ്ങി പോകുന്നത് കാണാനായിട്ട് സാധിക്കും. പക്ഷേ എനിക്കെന്തോ സാധിച്ചില്ല. ഞാനിവിടെ എത്തുമ്പോഴത്തേക്കും താമസിച്ചു പോയായിരുന്നു. ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ശരി, നമുക്ക് ഇവിടുന്ന് റിട്ടേൺ പോവാം. അപ്പോൾ നിങ്ങൾ ഈ വർക്കല ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു. എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഈ കാഴ്ചകളും ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു സ്ഥലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്